celebrating 13 colorful years of capturing heartbeats of Carolites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or in smart television. മാർത്തോമ സഭയുടെ ഡാളസിലെ വിവിധ ദേവാലയങ്ങളിലെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ ജൂൺ 7 വെള്ളിയാഴ്ച ഡാളസ് ഫാർമേഴ്സ് ബ്രാഞ്ച് മാർത്തോമ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ട വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് ഡോക്ടർ യുയാക്കിം മാർ കുറിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. റവറന്റ് ഷിബി എബ്രഹാം, റവറന്റ് ഷൈജു സി ജോയ്, റവറന്റ് ജോബി ജോൺസൺ, റവറന്റ് എബ്രഹാം തോമസ് എന്നിവർ സഹകർമ്മികരായിരുന്നു. ഡാളസിലെ 70 വയസ്സിന് മുകളിലുള്ള അനേകർ പങ്കെടുത്ത മാർത്തോമ വിശ്വാസികളുടെ ഒരു ആത്മീയ സമ്മേളനമായി ഈ ശുശ്രൂഷയെ വിലയിരുത്തപ്പെട്ടു. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം മനുഷ്യ ജീവിതത്തിൽ യഥാർത്ഥമാക്കുമ്പോഴാണ് മനുഷ്യന് ആത്മാർത്ഥതയോടും ലക്ഷ്യബോധത്തോടും പ്രത്യാശയോടും കൂടെ ജീവിക്കുവാൻ സാധിക്കുന്നത് എന്ന് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തന്റെ പ്രസംഗത്തിൽ ഉദ്ബോധിപ്പിച്ചു. ഹ്രസ്വ സന്ദർശനത്തിനായി ഡാളസിൽ എത്തിച്ചേർന്ന മാർത്തോമ സഭയുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ കൂടിയായ സഫ്രഗൻ മെത്രാപ്പൊലീത്തയ്ക്ക് ഊഷ്മള വരവേൽപ്പാണ് ഡാളസ് ലവ് ഫീൽഡ് എയർപോർട്ടിൽ വൈദികരുടെയും ആത്മീയ നേതാക്കളുടെയും നേതൃത്വത്തിൽ നൽകിയത്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയക്കുക.